ഹലോ ഡിയേഴ്സ്, എന്താ വിശേഷം? എന്താണ്, പഠനമൊക്കെ കഴിഞ്ഞോ? അപ്പം നമ്മൾ 4ാം ക്ലാസ്സിലെ പരിസര പഠനമാണ് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പം എന്താണ് ഇതിൽ ചോദിക്കുന്നത് നമുക്ക് നോക്കാം. എന്താണെന്ന് നോക്കാം നമുക്ക്. ആദ്യം എന്താ നിങ്ങൾ എഴുതേണ്ടത്? ഇവിടെ നോക്കിയാൽ കുട്ടിയുടെ പേര് എഴുതും. നിങ്ങളെ പേരെന്താണ് അത് ഇവിടെ എഴുതണം കേട്ടോ. പരിസര പഠനമാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ പേര്, സ്കൂളിൻ്റെ പേര് എഴുതുക, ഡിവിഷൻ ഏതാണ്, അതുപോലെ അധ്യാപകൻ്റെ ഒപ്പ്, രക്ഷിതാവിൻ്റെ ഒപ്പ്, ഇല്ലേ? ഇതൊക്കെ നിങ്ങൾ മാർക്ക് കിട്ടിയ ശേഷമുള്ളതാണ് കേട്ടോ. ദെൻ നോക്കൂ, ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട് കേട്ടോ. അതൊക്കെ നോക്കുക. ഇനി പ്രവർത്തനം 1 എന്താണ്? സസ്യങ്ങൾ പലവിധാണ്, അല്ലേ? വ്യത്യസ്ത തരം സസ്യങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിച്ച് പതിപ്പ് നിർമ്മിക്കുകയാണ് വിനുവും കൂട്ടുകാരും. ഓക്കെ, അപ്പം ഇവ എവിടെ കാണപ്പെടുന്നു എന്നതിനനുസരിച്ച് ചിത്രത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന വൃത്തത്തിന് നിറം നൽകുക. അതുപോലെ എന്താണ്? മരുരൂഹങ്ങൾക്ക് ചുവപ്പ് നിറവും ജലസസ്യങ്ങൾക്ക് നീല നിറവും നൽകണം കേട്ടോ. അപ്പം മരുഭൂമിയിലുള്ളവർക്ക് എന്താണ്? ചുവപ്പ് നിറമാണ് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ ജലസസ്യങ്ങൾക്ക് നീല നിറമാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം നോക്കിയാൽ നമുക്ക് നോക്കാം. ഇത് കള്ളി അല്ലേ, അതെവിടെയാണ്? മരുരൂഹത്തിലാണ് അല്ലേ. അപ്പം നമുക്ക് എന്താക്കാം, അതിന് ചുവപ്പ് നിറം കൊടുക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ചുവപ്പാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഇവിടെ ചുവപ്പ് കളർ കൊടുക്കുക അവിടെ മൊത്തമായിട്ടും. ഓക്കെ, ഇനി ഇതെന്താണ്? പിന്നെ ഇതിന് മരുരൂഹം ഏതാ ഉള്ളത്? ഇത് അല്ലേ. അപ്പോൾ ഇതിനെന്താണ്? ചുവപ്പ് കൊടുക്കുക നമുക്ക് കേട്ടോ. കറക്റ്റ് നിങ്ങൾ കളർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതിന് കൊടുത്തു. ഇനി നെക്സ്റ്റ് നോക്കുക, ഇതിൽ ഏതാ ഉള്ളത്? ഇത് അല്ലേ. ഇതും ചുവപ്പ് കൊടുക്കുക. ചുവപ്പ് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ജലസസ്യങ്ങൾക്ക് നീലല്ലേ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താക്കാം, ജലസസ്യത്തിന് നമുക്ക് നീല, ഇത് ജലസസ്യമാണല്ലോ, ഇത് നീല കൊടുക്കുക കേട്ടോ. ഇത് നീല കൊടുക്കുക. അതുപോലെ ഇത് ജലസസ്യമാണ്, ഇത് നീല കൊടുക്കുക. വട്ടത്തിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഇതും ജലസസ്യമാണ്, ഇവിടെ എന്താണ്? നീല കൊടുക്കുക. ഓക്കെ ഓക്കെ ദെൻ ഇനി എന്താണ് അവിടെ നിന്നിരിക്കുന്നത് നോക്കിയാൽ, മത്സ്യങ്ങൾക്ക് ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയാണ് ഉള്ളത്, അല്ലേ? മത്സ്യങ്ങൾക്ക് എന്താ? ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് എന്താണ്? അനുയോജ്യമായ ശരീരഘടനയാണ് ഉള്ളത്, അല്ലേ? താഴെ പറയുന്നവയിൽ നിന്ന് മത്സ്യത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുക. അപ്പൊ താഴെ പറയുന്നതിൽ എന്താണ്? മത്സ്യത്തിന്റെ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ, എന്തൊക്കെയാണെന്നുള്ളത്. ഓപ്ഷൻസ് അല്ല, സ്റ്റേറ്റ്മെന്റ്, അല്ലേ? അല്ലേ, ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മത്സ്യങ്ങളുടെ ആകൃതിയും വാൽച്ചിറകും. പിന്നെ ചെകിളപ്പൂക്കളും നിറവും. ചെകിളപ്പൂക്കളും നിറവും അത് നീന്തുന്നതിന് ആവശ്യമായിട്ടുള്ളത് വേണ്ട, അല്ല. ഈ കടൽ വെള്ളം, പുഴവെള്ളം, അതും ശരീരഘടനയിൽ പെടുന്നില്ലല്ലോ. പിന്നെ വഴുവഴുപ്പുള്ള ശരീരം, ചിറകുകൾ. അപ്പോൾ നീന്താൻ നമുക്ക് ഏതാണ് അനുയോജ്യമായിട്ടുള്ളത്? അപ്പോൾ നോക്കിയാൽ മത്സ്യങ്ങളുടെ ആകൃതിയും വാൽച്ചിറകും അതൊരു മെയിൻ ഘടകം തന്നെയാണ്, അല്ലേ? ആണ്. പിന്നെ നോക്കിയാൽ ഇതൊക്കെയാണ്. പിന്നെ ചെകിളപ്പൂക്കളും നിറവും വേണ്ട, അല്ലേ? പിന്നെ അതുപോലെ എന്താണ്? വെള്ളം, അത് നീന്താനുള്ളതല്ലല്ലോ. പിന്നെ വഴുവഴുപ്പുള്ള ശരീരവും ചിറകുകളും, അതും ഓക്കെ, അല്ലേ? അപ്പോൾ ഇതിൽ 1ഉം 4ഉം ആണ് ശരി കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെ തന്നെ? 1ഉം 4ഉം, ബി, അല്ലേ? അപ്പോൾ നമുക്ക് എന്താ? ബി എന്ന് എഴുതുക കേട്ടോ. ഇവിടെ എന്താണ് നമ്മളെ ആൻസർ? ബി എന്ന് എഴുതുക. നെക്സ്റ്റ് നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നെന്ന് നോക്കിയേ. കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നോക്കിയേ, കൂട്ടത്തിൽ പെടാത്തതിൽ ഏതാന്ന് നോക്കിയേ. എന്താ? വനം, കുളം, കടൽ, മരുഭൂമി, അല്ലേ? ഇവിടെ എന്താണ്? ഇവിടെ 3 എന്താണ്? 3 വലുതാണ്, അല്ലേ? വനം, കടൽ, മരുഭൂമി, ഇതൊക്കെ 3ഉം കടലാണ്. അതുപോലെ എന്താണ്? വനവും കടലും മരുഭൂമി എന്താണ്? പ്രകൃതിദത്തമായതാണ്, അല്ലേ? ഈ കുളം എന്താണ്? മനുഷ്യന്മാരുണ്ടാക്കുന്നതുകൊണ്ട് അത് ഉണ്ടാക്കാത്തതുണ്ട്, അല്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ആൻസർ ചെയ്തേണ്ടത് വെച്ചാൽ കുളമാണ് കേട്ടോ. ആൻസർ എന്താണ്? കുളം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. അടുത്തത് ഒന്നുകിൽ 1 എ ചെയ്യാം, ഇനി അല്ലെങ്കിൽ 1 ബി ആണ് ചെയ്യേണ്ടത്. അതിജീവനം, ജീവികളും. വ്യത്യസ്ത തരം ജീവികൾക്ക് അവയുടെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയുണ്ട്, അല്ലേ? പലതരം ജീവികൾക്ക് എന്താണ്? അവയുടെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിന് അനുയോജ്യമായ ഒരു ശരീരഘടനയുണ്ട്, അല്ലേ? താഴെ നൽകിയിരിക്കുന്ന ജീവികൾക്ക് അവ ജീവിക്കുന്ന ഇടങ്ങളിൽ അനുയോജ്യമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വ്യത്യസ്തതരം ജീവികൾക്ക് അവയുടെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന എന്താണ്? അനുയോജ്യമായ ശരീരഘടന ഉണ്ട്, അല്ലേ? അപ്പോൾ താഴെ നൽകിയിരിക്കുന്ന ഈ ജീവികൾക്ക് അവർ ജീവിക്കുന്ന ഇടങ്ങളിൽ അനുയോജ്യമായ ശാരീരിക സവിശേഷത എന്തെല്ലാം എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഒട്ടകമാണ്, അല്ലേ? ഇത് മീനാണ്. അപ്പോൾ ഇതിൻ്റെ ശരീരം എന്താണ്? അതിൻ്റെ കുളമ്പ്, പിന്നെന്താണ്?
അതിൻ്റെ ശരീരം തന്നെ അല്ലേ. പിന്നെ അതിനെന്താണ് ഒരു പൂഞ്ഞമായിട്ടുള്ള സാധനം ഉണ്ട് ബാക്കിൽ അല്ലേ, വെള്ളം ശേഖരിച്ച് വെക്കാനല്ലേ. മരുഭൂമിയിലൊക്കെ എന്താണ് കുറേ വെള്ളം കിട്ടാതെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല, അപ്പോൾ വെള്ളം ശേഖരിച്ച് വെക്കുന്നതൊക്കെ അതിലാണ് അല്ലേ. അപ്പോൾ അതൊരു ശരീരഘടനയാണ്. എന്താണ് നോക്കിയാൽ മൂക്കുകൾ ഇഷ്ടാനുസരണം അടക്കാനും തുറക്കാനും കഴിയും അല്ലേ. പിന്നെന്താ നീണ്ടതും ബലമുള്ളതുമായ കാലുകളുണ്ട്. പിന്നെന്താണ് മുതുകിലെ കൊഴുപ്പ് വെള്ളം കുടിക്കാതെ ദിവസങ്ങളോളം വെള്ളമില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്നു അല്ലേ. പിന്നെ ഇതിൻ്റെ കുളമ്പൊക്കെ നമുക്ക് പറയാം കേട്ടോ, ഒരുപാട് ഇതുണ്ട്. പിന്നെ അടുത്ത എന്താ നോക്കിയേ, പിന്നെ മത്സ്യത്തിന്റെ എന്താണ് രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി അല്ലെ. പിന്നെ ചിറകുകളും വാലുകളും ഉപയോഗിച്ച് നീന്തുന്നു അല്ലെ. അടുത്ത എന്താണ് വെള്ളത്തിൽ നിന്നും ചെകിളപ്പൂക്കളിലൂടെ ശ്വസിക്കാൻ കഴിയും അല്ലെ. വെള്ളത്തിലൂടെ എന്താണ് ചെകിളപ്പൂക്കളിലൂടെ എന്താണ് ശ്വസിക്കാൻ കഴിയും. വഴുക്കലുള്ള ശരീരം, ഇതാണ് മത്സ്യത്തിന്റെ ഇത് കേട്ടോ. ഇനി താഴെ തന്നിരിക്കുന്നതിൽ രണ്ട് ചിത്രങ്ങളെയും സന്ദർഭം ശ്രദ്ധിക്കുക. കുന്നുകൾ ഇടിച്ചു നിരത്തുകയും വയലുകൾ മണ്ണിട്ട് നികത്തുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. അപ്പോൾ എന്താണ് വയലുകൾ മണ്ണിട്ട് നികത്തുകയും എന്താണ് കുന്നുകൾ ഇടിച്ചു നിരത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അതിന്റെ ദോഷങ്ങൾ എന്താണെന്ന് എഴുതേണ്ടത്. അപ്പൊ ദോഷങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? അപ്പൊ എന്തൊക്കെയാ ഇത്? മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യത വർദ്ധിക്കുന്നുണ്ട് അല്ലെ. പിന്നെ അതുപോലെ കുളം നികത്തുന്നതോ കിണർ പോലെയുള്ള ജലസ്രോതസ്സുകളിലെ ജലനിരപ്പ് എന്താണ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് എഴുതുക. വൈവിധ്യം ആഘോഷിക്കൂ, വന്യജീവികളെ സംരക്ഷിക്കൂ, വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. ആവാസ വ്യവസ്ഥ വിവിധ അജീവീയ ഘടകങ്ങളുടെ സംയോജനമാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ആവാസ വ്യവസ്ഥകൾ ഉണ്ട്. അപ്പൊ ഇതില് ഏറ്റവും അനുയോജ്യമായ തെരഞ്ഞെടുത്ത് എഴുതാനാ പറഞ്ഞ മുദ്രാവാക്യങ്ങളിലെ സ്ലോഗനിൽ ഏതാണ് അനുയോജ്യം? ഏതാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഏതാണ് മക്കളെ? നമുക്ക് പറയാവുന്ന ഏതാണ്? വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. പ്രവർത്തനം 2 ഭൂമിയുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലെ. മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ണിന് മലിനമാകുന്ന സന്ദർഭങ്ങൾ: അമിതമായ കീടനാശിനി പ്രയോഗം അല്ലെ. പിന്നെ എന്തൊക്കെയാണ് മണ്ണ് മലിനമാകുന്ന സന്ദർഭങ്ങൾ? അതുപോലെ മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികൾ, മണ്ണിര അല്ലെ. പിന്നെ ഏതൊക്കെയാ ജീവികളാന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്? വിവിധ തരം ജീവികൾ ഇല്ലാതാകുന്നു. ഇപ്പൊ ബാക്കി എന്തൊക്കെ എഴുതാം നമുക്ക്? പിന്നെ മണ്ണ് മലിനമാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? വ്യാവസായിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് അല്ലെ. വ്യാവസായിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്, പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കുന്നത്, രാസവളങ്ങളുടെ അമിത ഉപയോഗം അല്ലെ. പിന്നെ മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികൾ ഏതാ? മണ്ണിരണ്ട്, സൂക്ഷ്മജീവികളുണ്ട്, സസ്യങ്ങളുണ്ട് അല്ലെ. ഇനി ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? വിവിധ തരം ജീവികൾ ഇല്ലാതാകുന്നു, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയുന്നു, പിന്നെന്താണ്? മണ്ണ് വിഷമയമാകുന്നു, സസ്യ വളർച്ചയെ ബാധിക്കുന്നു അല്ലെ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് അവ ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതാനാണ് പറഞ്ഞത് അല്ലെ. ഇത് ഏതാണ്? വായു മലിനീകരണമാണ് കേട്ടോ. ഇത് ജലമലിനീകരണമാണ് അല്ലെ. അത് കണ്ടില്ല, എയറിലേക്കല്ല പോകുന്നത്, വായുവിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ വായുവാണ് എന്താക്കുന്നത്? മലിനീകരിക്കപ്പെടുന്നത് അല്ലെ. ഇത് വെള്ളത്തിലേക്കാണ് ഈ വേസ്റ്റ് ഒക്കെ പുറന്തള്ളുന്നത്. അപ്പൊ അത് ജലമലിനീകരണമാണ് കേട്ടോ. നെക്സ്റ്റ് നോക്ക്, പ്രവർത്തനം 3 ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. പതിയെ അവർ നാട്ടുരാജാക്കന്മാരിൽ നിന്നും പ്രത്യേകം ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വ്യവസായശാലകൾ ആരംഭിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. അവർ പരസ്പരം പോരടിച്ചു നിന്നത് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെയും നാട്ടുരാജാക്കന്മാരെയും വരുതിയിലാക്കി. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ എന്താക്കി? ആധിപത്യം നേടി അല്ലെ. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു അല്ലെ. ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു ഇന്ത്യ പിന്നെ 200 വർഷത്തോളം അല്ലെ. മുകളിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? വിദേശികൾ ഇന്ത്യയിൽ എത്തിയതിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിനാണ് എന്താക്കിയിരിക്കുന്നത് അവരിവിടെ എത്തിയത് അല്ലെ. അപ്പോ എന്താണ്? ഇതാണ് സി ആണ് ആൻസർ അല്ലെ. പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ചു കഴിയുകയായിരുന്നു. ശരിയോ തെറ്റോ? അപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് എന്താണ്? ഇന്ത്യ നാട്ടുരാജ്യങ്ങളുമായി ഭിന്നിച്ചു കഴിയായിരുന്നോ? ശരിയാണ് അല്ലെ. ഇന്ത്യ എന്താണ്? ഭിന്നിച്ചു കഴിയായിരുന്നു അല്ലെ. ശരിയെന്ന് എഴുതുക അല്ലെ. ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യയുടെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്?
ആ ഇവിടെ എന്താണ്, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന എന്താണ്, നാട്ടുരാജാക്കന്മാരായിരുന്നില്ല. അവർ പരസ്പരം പോരടിച്ചു നിന്നത് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി അല്ലെ. പിന്നെ പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെയും നാട്ടുരാജാക്കന്മാരെയും വരുതിയിലാക്കി. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളും എന്തായി, ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി അല്ലെ. അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ഇന്ത്യയിലെ രാജാക്കന്മാരെന്താണ്, ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാര് പരസ്പരം പോരടിച്ചു നിന്നതാണ് എന്ത്, ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമായത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ അധീനതയിൽ നിലനിർത്തിയ ഏകദേശം എത്ര കാലമാണ്? 2 നൂറ്റാണ്ടാണ് അല്ലെ. അപ്പൊ എന്താണ് 2 നൂറ്റാണ്ട് എന്ന് ഇവിടെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ, പ്രവർത്തനം 4 കേട്ടോ. സ്വാതന്ത്ര്യം സമരങ്ങളിലൂടെ അല്ലെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചിത്രത്തിലെ ഏറ്റവും മഹത്തരമായ സമരങ്ങളാണ് എന്ത്, ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും അല്ലെ. ഈ 2 സമരങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉപ്പു സത്യാഗ്രഹത്തിനെ കുറിച്ചിട്ട്, ഉപ്പു സത്യാഗ്രഹം എന്നാ നടന്നതെന്നും എങ്ങനെയാണെന്നൊക്കെ അല്ലെ, അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരം എന്നാ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നോക്കൂ, ഉപ്പ് സത്യാഗ്രഹം. ബ്രിട്ടീഷ് സർക്കാർ ഉപ്പിന്മേൽ ചുമത്തിയ നികുതിക്കെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസാത്മകമായ സമരമാണിതിലെ. 1930 മാർച്ച് 12-ന് സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി നടത്തിയ ദണ്ഡി മാർച്ച് ഇതിന്റെ ഭാഗമായിരുന്നു. ഈ സമരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ജനങ്ങളുടെ ഐക്യത്തെയും പ്രതിഷേധത്തെയും അടയാളപ്പെടുത്തി. അത് ഉപ്പു സത്യാഗ്രഹം. ഇനി നമുക്ക് എന്താ പറഞ്ഞത്, ക്വിറ്റ് ഇന്ത്യ സമരം അല്ലെ. ക്വിറ്റ് ഇന്ത്യ സമരം എങ്ങനെ എഴുതാം നമുക്ക്? 1942 ഓഗസ്റ്റ് 8-നാണ് മഹാത്മാഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യത്തോടെ ആണ് ഈ സമരത്തിന് ആഹ്വാനം ചെയ്തത് അല്ലെ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ബഹുജന സമരമായിരുന്നു ഇത്. ഈ സമരം ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി ആരാണ്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അല്ലെ. എന്താണ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണെന്ത്, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി. ഓക്കെ, ഇനി പ്രവർത്തനം 5 ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് കേട്ടോ. ഭൂപടം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങളുണ്ട് അല്ലെ. അതിന് ഏതൊക്കെയാന്ന് നോക്കിയേ, ഏതൊക്കെയാണ്? ഒന്ന് മധ്യപ്രദേശ് അല്ലെ, പിന്നെ ഏതാണ്, പിന്നെന്താ കർണാടകയാണ് കേട്ടോ. 5 സംസ്ഥാനങ്ങളായി പങ്കിടുന്ന അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം കേട്ടോ. ഇപ്പൊ കേരളത്തിലെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏതാണ്? പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഇതിൽ ഏതാ നോക്കിയേ, ഏതാണ്? ഇതാ അറബിക്കടൽ കേട്ടോ, അറബിക്കടലാണ്. നെക്സ്റ്റ് നോക്കൂ, ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിവ കൂടാതെ മറ്റൊരു സംസ്ഥാനം കൂടി കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഇതാ ഇവിടെ ഉണ്ട് അല്ലേ, ഏതാ? തമിഴ്നാട്. ഓക്കെ, തമിഴ്നാട് കേട്ടോ. ഈ ചിത്രത്തിൽ തന്നെ ഉണ്ട്. ഇത് ബംഗാൾ ഉൾക്കടലാണല്ലേ, അപ്പൊ ഇതിൽ പറഞ്ഞ എന്താ, തമിഴ്നാട് ഉണ്ട്. അത് എഴുതുക. നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയേ, കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? കർണാടക, തമിഴ്നാട്. ഓക്കെ, അത് രണ്ടുമാണ് ഉള്ളത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാൽ 5B ആണ് കേട്ടോ. പറക്കും കൂട്ടുകാർ. റീന തന്റെ വീടിന്റെ പരിസരത്ത് സ്ഥിരമായി കാണപ്പെടുന്ന വിവിധ തരം പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓരോന്നും പരിശോധിച്ച് അനുയോജ്യമായ പക്ഷിയുടെ നേരെ വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഉയരത്തിൽ പറക്കുന്ന കൂർത്ത നഖങ്ങൾ, മൂർച്ചയുള്ള ചുണ്ടുകൾ, ഇരയെ റാഞ്ചി പിടിക്കുന്ന ഏതാ? പരുന്ത് അല്ലെ. കറുത്ത നിറം, കൂട്ടമായി സഞ്ചരിക്കുന്നു, പരിസരം വൃത്തിയാക്കുന്നു, കാക്ക അല്ലെ. അപ്പൊ എന്താണ്? കാക്ക എന്ന് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്ത നെക്സ്റ്റ് എന്താണ്? ചെറിയ ശരീരം, നീണ്ട ചുണ്ടുകൾ, വേഗത്തിൽ പറക്കുന്നു, പുഴയിൽ നിന്നും കുളത്തിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുന്നു, ഏതാണ്? പൊന്മാൻ അല്ലെ. നെക്സ്റ്റ് എന്താണ്? ഇടത്തരം വലുപ്പം, തലയിൽ തൊപ്പി പോലുള്ള ഭാഗം, ശക്തിയുള്ള കൂർത്ത നഖങ്ങൾ, ഏതാണ്? മരം കൊത്തി അല്ലെ. അതാണ് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കുട്ടികളെ? ജലത്തിന്റെ സാന്നിധ്യമുള്ളയിടത്ത് ഇര തേടുന്ന പക്ഷി ഇതിൽ ഏതാണ്? പരുന്താണോ, തത്തയാണോ, കൊക്കാണോ, മൈനയാണോ? കൊക്കാണ് അല്ലെ. ഏതാണ്? കൊക്ക്. കൊക്ക് എന്ന് എഴുതുക കേട്ടോ. ഇവിടെ എഴുതുക. നെക്സ്റ്റ് എന്താണ് നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റല്ലത് ആണോ? പിന്നെ ആഹാര സമ്പാദന രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധപ്പെടുന്നുണ്ട്. അതെന്താണ്? ശരിയാണോ തെറ്റാണോ? ചില പക്ഷികൾക്ക് നീണ്ട കൂർത്ത ചുണ്ടുകളും നീണ്ട കാലുകളും ഉണ്ട്. എന്താണ്? ശരിയാണ് അല്ലെ. ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്?
ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുണ്ടായിരിക്കും, അതും ശരിയാണ് അല്ലേ. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെ ആണോ? അല്ല അല്ലേ, അത് ഇവിടെ തെറ്റ്. നമ്മൾ ചോദ്യം നോക്കുക, തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. തെറ്റായ പ്രസ്താവന ഇതിലേതാണ്? അപ്പോൾ എന്താണ്, എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണെന്ന് എഴുതിയത് തെറ്റാണ് അല്ലേ, അത് എഴുതുക. ഓക്കെ. പിന്നെ എന്താണെന്ന് നോക്കിയേ. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.